എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ഹൈ പ്രീവിയസ് ഡേ, അതായത് പ്രീവിയസ് ഡേ അല്ല, ഇന്നത്തെ CPR മുകളിൽ ഓപ്പണായി. അതിനുശേഷം ഹൈയിലോട്ട് തന്നെ നല്ല രീതിയിൽ പോയി. ഈ റേഞ്ചിൽ റെസിസ്റ്റൻസ് ആയിരുന്നു. അത് ഇവിടുന്ന് അത് കണ്ടിന്യൂസ് പിന്നെ ഇറങ്ങിപ്പോയി. ഇവിടെ ഒരു പ്രാവശ്യം ഇത് ഹൈ അടിച്ചു, അതിനുശേഷം തിരിച്ച് റീടെസ്റ്റ് അടിക്കുമ്പം ആ ഹൈ പൊട്ടുന്നില്ല. അത് വെച്ചപ്പോൾ ഈ റേഞ്ചിലൊക്കെ വന്നിട്ട് ഇറങ്ങുന്ന കാണുമ്പോൾ, ഈ ക്യാൻഡിലൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതിന് മുകളിലോട്ടൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് എടുക്കുന്നവർക്ക് നിഫ്റ്റിയിലൊക്കെ എൻട്രി എടുക്കാൻ പറ്റും. പക്ഷേ എക്സ്പീരിയൻസ് ആയവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ എൻട്രി എടുക്കാം. ഇവിടെ എടുത്താലും 23,388 എന്ന് 23,301 വരെ വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ 80 രൂപ 88 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഓപ്പണിങ് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. അതായത് ഈ തലേ ദിവസത്തെ അല്ല, എന്താണ് പറയുന്നത്, ഇന്നത്തെ CPR ലെവലിൻ്റെ ഇടയ്ക്ക് ഓപ്പണായി, എന്നിട്ട് ഇച്ചിരി താഴോട്ട് വന്നു. CPR ലെവലിൻ്റെ തൊട്ട് താഴോട്ട് ജസ്റ്റ് ഫ്ലാഷ് അടിക്കുന്നതിൽ വന്നു. നേരെ വൺ സൈഡ് മൂവ്മെൻറ്റ് അപ്പിലോട്ട്. വൺ സൈഡ് മൂവ്മെൻറ്റ് വന്നിട്ട് ഇവിടെ നമ്മൾ CPR ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതുണ്ടല്ലേ, ഈ റേഞ്ചിൽ നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ 50,174 എന്ന് നമുക്ക് ഇത്രയും പോയിൻ്റ്, ഏകദേശം 400-450 പോയിൻ്റിൻ്റെ ഒരു ഇത് കിട്ടുമായിരുന്നു. ഇവിടുന്ന് നമുക്ക് നോക്കി ചെയ്താൽ ഒരു ഈ ലെവൽ കട്ട് ചെയ്യുന്ന കണ്ട് കഴിയുമ്പോൾ നമുക്ക് ചാൻസ് എടുത്താൽ നല്ലൊരു ചാൻസ് ഇവിടെ കിട്ടുമായിരുന്നു. അതൊക്കെ ഓപ്ഷൻ ചെയ്യുന്നവർക്കൊക്കെ നോർമൽ, ഞാൻ ഓപ്ഷനൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഓപ്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി എടുത്തിരുന്ന ഷെയറുകൾ ഇതായിരുന്നു. ഇത്രയും ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്കൊരു 7-8 ഷെയറോളം നമ്മുടേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ ഈ പ്രീവിയസ് ഡേ നമ്മുടെ മെയിൻ ലെവൽ എന്ന് പറയുന്ന ഈ ഹൈ R1, R2, R3, R4 ഈ ലെവലിൽ വരാത്ത ഷെയർ നമുക്ക് ചാൻസ് എടുക്കാവുന്നത്. ഈ ആവറേജ് ട്രേഡ് പ്രൈസിൻ്റെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 90% ഷെയർസിന് അത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അത് പിന്നെ ഈ ലെവലുകൾ വരാതെ ഈ ആവറേജ് ട്രേഡ് പ്രൈസ് താഴെ വന്ന് ട്രേഡ് ആകുമ്പോൾ ട്രേഡ് എടുക്കുന്ന രീതി, അതൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം ചെയ്താൽ മതി. നമ്മളിപ്പോൾ നോർമൽ ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം. ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണും. അത് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവൂ. അപ്പോൾ വന്നിട്ട് ഇതിനകത്ത് ചാൻസ് വന്ന ഷെയർസിൻ്റെ ഒരു 4-5 ഷെയർ ഞാനെടുത്ത് കാണിച്ചു തരാം. രാജ്ശ്രീ ഷുഗർ എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ, ഇന്നലെ അത് അപ്പർ സർക്യൂട്ട് ആയിരുന്നു. ഇന്ന് ഹൈ ഓപ്പണിങ് വന്നു, ഹൈയിൽ പോയി. പക്ഷേ R1 അടിക്കുന്നില്ല. R1 അടിക്കാതെ പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങി 74-65 ആ റേഞ്ചിലോട്ട് എൻട്രി എടുത്താൽ നമുക്ക് 70-നടുത്ത് വരുന്നുണ്ട്. 70 എന്ന് പറയുമ്പോൾ ഏകദേശം 3.5 രൂപ എന്ന് പറയുമ്പോൾ നല്ല പ്രോഫിറ്റാണത്. നമ്മൾ ചെറിയ ഷെയർ ആകുമ്പോൾ ക്വാണ്ടിറ്റി ആയിരിക്കുമല്ലോ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നല്ല പ്രോഫിറ്റായിരുന്നത്. അതിനുശേഷം മാക്സ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഷെയർ, ഇത് ഈ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിക്കുന്നുണ്ട്. ഇവിടം വരെ അടിക്കുന്നുണ്ട്. അത് ഹൈഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ കട്ടാകുന്ന സമയം നമ്മളിവിടെ 416 എൻട്രി എടുത്താൽ 409, പല പ്രാവശ്യം 409, ലാസ്റ്റിലത് 406 വരെ വന്നു. നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസേ ഉള്ളൂ, 420 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് 416 വരെ ആ റേഞ്ചിൽ നിന്ന് എടുത്താൽ 409 റേഞ്ചിലോട്ട് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതിന് ശേഷം നാറ്റ്കോ ഫാർമ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 പോയില്ല, ഇറങ്ങി. നമ്മളന്നേരം ഇവിടെ എൻട്രി എടുക്കുക. ഇതിന് താഴോട്ട് ഇറങ്ങി എടുക്കുക. 1781 എൻട്രി എടുത്താൽ നമുക്ക് 1761 വരെ വരുന്നുണ്ട്. അതായത് 20 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ചില ഷെയർ, ഈ RIL എന്ന് പറയുന്ന ഷെയർ ഒന്ന് ശ്രദ്ധിക്കുക. അത് പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് ജസ്റ്റ് ഒരു 1375 പ്രീവിയസ് ഡേ ഹൈ. ഇത് വന്നിട്ട് ഹൈ അടിച്ചത്
1374 ഒറ്റ രൂപ ഡിഫറൻസിൽ അത് ഇറങ്ങിപ്പോയി. ഇവിടെ ഒരു ചെറിയ ഒരു റിസ്ക് എടുക്കുന്നവർക്ക് ഇപ്പോൾ അഥവാ ഇപ്പം 1370 ഒരു 5 രൂപയുടെ ലോസ് മനസ്സ് വെച്ച് എടുക്കുന്നവർക്ക് ഈ 1370 ഒരു എൻട്രി എടുത്താൽ നമുക്ക് നോക്കി വൺ സൈഡ് 1312 വരെ, അതായത് 60 രൂപയ്ക്ക് മുകളിൽ അത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വേറെ ചാൻസ് ഓയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ. ഓയിൽ ഇന്ത്യയും ഓപ്പണിങ്ങിൽ വൺ സൈഡ് മൂവ്മെൻറ്റ് അപ്പിലോട്ട് അങ്ങ് പോയി. പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, മുകളിലോട്ട് R2 പോയില്ല, തിരിച്ചിറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുക. 668 സംതിങ്ങിൽ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ 659 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. പിന്നെ അത് ആവറേജേ വന്ന് തിരിച്ചിറങ്ങും. അതായത് VWAP നമ്മളിവിടെ ഇട്ട് കഴിഞ്ഞാൽ VWAP വെച്ചിട്ട് നല്ല രീതിയിൽ ഇതിനകത്ത് ട്രേഡ് എടുക്കും. VWAP വന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും സെല്ല് ചെയ്യാൻ പറ്റും നമുക്ക് അതിനകത്ത്. അപ്പോൾ അത് നല്ല രീതിയിൽ അതിനകത്ത് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അതിനുശേഷം ജയ്കോർപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 400 മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് തരും. 400 അതിൽ ഈ ലെവലിലോ അതിൻ്റെ ലെവൽ വരും. അത് 400 മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇത് ഈ ലെവൽ R1 വന്നില്ല, നമുക്ക് ഈ 402 വരെ 402 വന്നിട്ട് നമുക്ക് 400 കട്ട് ചെയ്യുകയാണെങ്കിൽ എടുക്കുക. 399 റേഞ്ചിലൊക്കെ എടുത്താൽ 381, ഏകദേശം 17-18 രൂപ അതും നല്ല രീതിയിൽ പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം HFC എന്ന് പറയുന്ന ഷെയർ, അതൊക്കെ ചെറിയ രീതിയിൽ തന്ന പ്രോഫിറ്റ്. ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല. ഇതുണ്ടല്ലേ ഇവിടെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ കുറച്ച് നേരം ട്രേഡായി. അതിനുശേഷം R1 പോകാതെ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ 108 താഴെ ഇറങ്ങിയാൽ നമുക്ക് 106.75 വലിയ പ്രോഫിറ്റൊന്നുമില്ല, 1.1 രൂപ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇത് ക്വാണ്ടിറ്റി അടിച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഷെയറാണ്. അതിനുശേഷം HFCLാണല്ലോ ഇപ്പോൾ കാണിച്ചത്. NBCC എന്ന് പറയുന്ന ഷെയർ. NBCC ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചില്ല, തിരിച്ചിറങ്ങി. ഇവിടെ 159.40 എൻട്രി എടുത്താൽ നമുക്ക് 155, അതായത് 4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതിനുശേഷം വേറെ എൻജിനീയേഴ്സ് ഇന്ത്യ ഓപ്പണിംഗ് ഫ്ലാറ്റ് നേരെ ഹൈയിൽ വന്നു, R1 അടിച്ചിട്ട് ഇറങ്ങി. ഇവിടെ ഒരു എൻട്രി എടുത്ത് 256 എടുത്താൽ നമുക്ക് 250 വരെ വരുന്നുണ്ട്. അതായത് 5.5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ പല ഷെയറിനകത്ത് നമുക്ക് ചാൻസുകളുണ്ടായിരുന്നു. ഇതിനകത്ത് തന്നെ തിരിച്ച് വീണ്ടും ഹൈയിൽ പോയി തിരിച്ചിറങ്ങുമ്പോൾ വീണ്ടും നമുക്ക് എൻട്രി എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഹൈ ആണ്. ഈ ഹൈയുടെ ഇവിടെ ഈ അടിച്ചതിന് ശേഷം അത് ഹൈയുടെ അവിടെ വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഇന്നത്തെ ട്രേഡിങ്ങിൽ നമുക്ക് ചാൻസ് വന്ന ഷെയറുകൾ, വേറെ ഷെയറുകളുണ്ട്, 4-5 കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നാളെ നമ്മൾ ട്രേഡിങ്ങിന് എടുത്ത് വെച്ചിരിക്കുന്ന ഷെയറുകളാണ് ഇപ്പോൾ സ്ക്രീനായി കാണുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ നിഫ്റ്റിയും ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതങ്ങ് ഓഫ് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് ഷെയറേ നോക്കുന്നുള്ളൂ. ഇപ്പം ഇതിൽ വന്നിട്ട് ഈ 20% അടിച്ചേക്കുന്ന ഷെയറിനകത്ത് ഇത് കണ്ടില്ലേ 861, ഈ ഷെയറിനകത്ത് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഈ ലെവലുകൾ വന്നിട്ട് 5% മുകളിലാണോ നോക്കണം. ഇതിന് വന്നിട്ട് R1 5% മുകളിലാണ്. അതിന് താഴെയാണെങ്കിൽ എൻട്രി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ ഇച്ചിലൂടെ നമുക്ക് സേഫാണ്. ഓപ്പണിങ്ങിൽ ഇത് ഈ 900 മുകളിൽ പോയി 908 അല്ലെങ്കിൽ 915 20 ഒക്കെ പോയിട്ട് ഈ 908 താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻട്രി എടുത്ത് നല്ലൊരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കുക ഇതിനകത്ത് നിന്ന്. അതുപോലെ തന്നെ ഈ കൃതി ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് ഇത് 170 173 പോയിട്ട് 173 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് നമുക്ക് പേടിക്കാതിരിക്കാം. അതല്ല 168 50 170 പോയിട്ട് ഈ 168 50 കട്ട് ചെയ്താലും നമുക്ക് ചാൻസ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. 3-4 രൂപ ഈ സൈഡ് കിട്ടാൻ സാധ്യത കൂടുതൽ. അതുപോലെ ITC ശ്രദ്ധിക്കുക. ITC നാളെ അത് 800 മുകളിൽ പോയിട്ട് 796 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചാൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. 10 രൂപ എന്തായാലും കിട്ടും. അതല്ല
വൺ സൈഡ് കയറ്റമാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക, ഏത് ലെവലാണ് പോകുന്നതെന്ന് നോക്കുക. അപ്പോൾ ഇന്ന് നല്ല ഹെവി മൂവ്മെൻ്റാണ് ഈ ഷെയർ, അതുകൊണ്ടാണ് ഇതിന് ഒത്തിരി ഗ്യാപ്പിൽ കിടക്കുന്നത് R1, R2, R3. അപ്പോൾ ഇതിനകത്ത് നാളെ വലിയ ഹെവി മൂവ്മെൻറ്റ് നാളെ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഓപ്പണിങ്ങിൽ 830 മുകളിൽ പോയിട്ട് ഇതിന് കട്ടുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിലും നല്ല ചാൻസ് ആയിരിക്കും. DBOL എന്ന് പറയുന്ന ഷെയർ, അതൊക്കെ ഈ ലെവലുകൾ നോക്കുക. പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഷെയറുകൾ സൺടെക്ക് ശ്രദ്ധിക്കുക. സൺടെക്ക് R1 601.38 ഓപ്പണിങ്ങിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി, ഇതിന് മുകളിലോട്ട് പോയിട്ട് 600 കട്ട് ചെയ്ത് താഴ്ത്തിറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു എൻട്രി എടുക്കാൻ പറ്റും. സൺടെക്കിനകത്ത് മാക്സ് ഹെൽത്തിനകത്തും 900 മുകളിൽ പോയിട്ട് 896 കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. ഈ കിർലോസ്കർ പ്രദേശ് വിൽക്കാറുള്ളവർക്കൊന്നും ട്രേഡ് കിട്ടാൻ സാധ്യതയില്ല. ASM ലിസ്റ്റിലുള്ള ഷെയർ, അത് ശ്രദ്ധിക്കുക. അതുപോലെ ക്യാംലിൻ ഫൈൻ പറഞ്ഞ ഷെയർ, ഈ രണ്ട് ഏതെങ്കിലും ലെവലിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ശ്രദ്ധിക്കുക. നല്ല മൂവ്മെൻറ്റ് ഉണ്ടായാലും ഓക്കെ, അതല്ല എങ്കിൽ ഈ ആവറേജ് ട്രേഡിൽ താഴെ ഇറങ്ങുന്ന എന്താ ചാൻസ് എടുക്കാം. പിന്നെ JWLലും പ്രീവിയസ് ഡേ ഹൈ വന്നിട്ട് ഇറങ്ങുവാണെങ്കിലോ R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങുവാണെങ്കിലോ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. VTLൻ്റെ ഒരു കണക്ക് നാളെ ഇത് 490 പോയിട്ട് 485 താഴോട്ട് വരുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇന്ന് 500 മുകളിൽ പോയതുകൊണ്ട്. അതല്ല നല്ല മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ 504, 500. അപ്പോൾ ചിലപ്പോൾ വന്നിട്ട് ഓപ്പണിങ് നല്ല മൂവ്മെൻ്റ് ആണെങ്കിൽ 500 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പ്രാജ് ഇൻഡസ്ട്രീസ് 647 ആവറേജാണ്. അപ്പോൾ ഈ ആവറേജിന് മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. അതല്ല ഈ ഹൈയും R1 അടിച്ചതിന് ശേഷമാണ് ഇറങ്ങുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം ഷെയറുകളേ ഉള്ളൂ ഇതിനകത്ത്. നമുക്ക് നല്ല വോളിയുള്ള ഷെയറുകളാണ് എല്ലാ ഷെയറുകളും. അപ്പം നമുക്ക് ചാൻസ് വരുമ്പം നമ്മൾ അവിടെ എടുക്കുക, നല്ല രീതിയിൽ ചാൻസ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തായാലും പറയുന്നേ, സൂക്ഷിച്ച് ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.